ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒരു സ്പേസാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. മുമ്പാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഫോണിനൊരു കംപ്ലയിൻ്റ് ഉണ്ട്, ഞാൻ സർവീസ് സെൻറ്ററിൽ ചെല്ലുന്നു, വീണ്ടും വീണ്ടും ചെല്ലുന്നു. അവിടെ സർവീസ് സെൻറ്ററിൽ എനിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സർവീസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ മെയിൽ അയക്കണം, മെനക്കെടണം, കാത്തിരിക്കണം, ചിലപ്പോൾ റിപ്ലൈ വരില്ല, ഇങ്ങനെയൊക്കെയല്ലേ. പക്ഷേ ഇപ്പോൾ ഈ ഫോണിന് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഫോണിൻ്റെ കമ്പനിയെ ടാഗ് ചെയ്തൊരു പോസ്റ്റ് ഇട്ടാൽ മതി, ഒരു റീൽ ഇട്ട് കഴിഞ്ഞാൽ അത് വൈറലാവുന്നു, കമ്പനി കോൺടാക്ട് ചെയ്യുന്നു, എത്രയും പെട്ടെന്ന് സർവീസ് ഉറപ്പാക്കുന്നു. നമുക്ക് പൊളിറ്റിക്സിൽ എന്തെങ്കിലുമൊക്കെ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ അപ്പം തന്നെ പോസ്റ്റ് ചെയ്യാം. നമ്മുടെ ആ അഭിപ്രായത്തിനോട് യോജിക്കുന്ന ആളുകൾ വരുന്നു, ചിലപ്പോൾ അതൊരു വലിയ മൂവ്മെൻറ്റായി മാറിയേക്കാം. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് തരുന്ന വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ടൂളാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. പക്ഷേ സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് ഈ സോഷ്യൽ മീഡിയയിൽ ചില ദുരന്തം പരിപാടികൾ അരങ്ങേറും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ ഒരിക്കലും ആഘോഷിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ ആഘോഷിക്കുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ കഥാപാത്രങ്ങളാവാം, സിനിമകളാവാം, സംഭവങ്ങളാവാം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് സെലിബ്രേറ്റ് ചെയ്യപ്പെടാൻ പാടില്ലാത്ത ചില ക്യാരക്ടേഴ്സിനെ, എസ്പെഷ്യലി നമ്മൾ ഈ വീഡിയോയിൽ 2 ക്യാരക്ടേഴ്സിനെയാണ് പറയുന്നത്. ഇതിന് മുമ്പ് സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ ഫേസ്ബുക്കിൻ്റെയൊക്കെ ഒരു പീക്ക് ടൈം ഉണ്ടായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു വാസു അണ്ണൻ, നമ്മുടെ കുഞ്ഞിക്കൂനൻ എന്ന് പറയുന്ന സിനിമയിൽ സായികുമാർ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം. ആ കഥാപാത്രത്തിൻ്റെ പ്രോബ്ലമാറ്റിക് സൈഡുകൾ എന്തൊക്കെയാണെന്ന് അന്ന് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു. പക്ഷേ അത് ട്രോളും മീമും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്ത് പോയി. ഇപ്പോൾ സോഷ്യൽ മീഡിയ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 കഥാപാത്രങ്ങൾ, അതിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ആൾ ബേസിക്കലി സിനിമയിലും ഇയാൾ വില്ലൻ കഥാപാത്രമാണ്, കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ വില്ലത്തരമാണ്. വില്ലത്തരം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം വില്ലത്തരം. പക്ഷേ ആ വില്ലനോട് ആളുകൾക്ക് ഇപ്പോൾ സ്നേഹം കൂടി വരികയാണ്. അയ്യോ എന്തൊരു നല്ല മനുഷ്യൻ, എന്തൊരു സ്നേഹമാണ്, പ്രണയിക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്രണയിക്കണം, സത്യത്തിൽ എൻ്റെ പ്രണയവും ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടൊരു റീലിൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു: എല്ലാവരുടെയും ഉള്ളിൽ ഒരു രാമനുണ്ണി ഉണ്ടെന്ന്. ഈ രാമനുണ്ണി ചന്ദ്രോത്സവം എന്ന് പറയുന്ന സിനിമയിലെ വില്ലനാണ്. നമുക്ക് അദ്ദേഹം ക്ലൈമാക്സ് സീനിൽ പറഞ്ഞ ആ കഥാപാത്രം ക്ലൈമാക്സിൽ പറഞ്ഞിട്ടുള്ള ഡയലോഗ് ഒന്ന് കേൾക്കാം, അതിനുശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. രാമനുണ്ണിക്ക് ഭ്രാന്താണ്, ചങ്ങാതിമാർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, അങ്ങനെ സ്വന്തക്കാരും അന്യരും പറഞ്ഞിട്ടും ഞാൻ ആരുടെ മുന്നിലും നിഷേധിച്ചില്ല. കാരണം അത് സത്യം. ആ ഭ്രാന്തിന് വർഷങ്ങളുടെ പ്രായമുണ്ട്. ആ ഭ്രാന്തിനെയും കൊണ്ട് രാമനുണ്ണി വളർന്നത്. രാമനുണ്ണിക്ക് ഇഷ്ടാത് വളരെ, എന്നേക്കാൾ എനിക്ക് ഇഷ്ടമാണെങ്കിലും നീ എന്ന് പറയുന്ന ഭ്രാന്തിനെ. ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, തമ്പുരാക്കന്മാരുടെ പരമ്പരയല്ല എന്ന് വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടുകൂടി ഒരു പെണ്ണിനെ. പക്ഷേ പിഴച്ചുപോയി. നിന്നെ കിട്ടാൻ വേണ്ടി ഞാൻ പെട്ട പാടുകളെല്ലാം വെറുതെ. ആ അവസാനം പറഞ്ഞ പോയിന്റ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഞാൻ വലിയ കഴിവുള്ള ആളൊന്നുമല്ല, ഞാൻ വലിയ കോലോത്തുള്ള ആളൊന്നുമല്ല, പക്ഷേ എനിക്കും സ്നേഹിക്കാൻ അവകാശമില്ലേ, ഞാൻ സ്നേഹിച്ചു പോയി, പക്ഷേ നിനക്ക് എന്നോട് സ്നേഹമില്ല, അശ്വടാന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. ഒരു നീണ്ട ഡയലോഗിൽ ഈ ഒരു കുഞ്ഞി കഷ്ണം മാത്രം എടുത്ത് അവളുടെ മിഴിയിൽ കരിമഷിയാലേ എന്നൊക്കെ എഴുതി ആ ഒരു പാട്ടിൻ്റെ മ്യൂസിക്കൊക്കെ ഇട്ട് വരുമ്പോൾ ഉദാത്തമായ പ്രണയത്തിൻ്റെ ഒരു തിരയിളക്കം നമുക്കിവിടെ അനുഭവപ്പെട്ടു എന്ന് വരും. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാമനുണ്ണി ഈ സീനിൽ വലിയ ഡയലോഗ്, അതിൻ്റെ കുഞ്ഞി കഷ്ണം, അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ഈ ഡയലോഗ് ഉണ്ടല്ലോ, നീ എനിക്ക് ഒരു ഭ്രാന്താണ്, നിന്നോടുള്ള സ്നേഹം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ആക്ച്വലി അയാൾ മെൻ്റലി ഓക്കെ അല്ല. അയാൾ ഈ ഒരു കഥയിൽ, ഈ നമ്മൾ കാണുന്ന സിനിമയിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെ നിങ്ങളൊന്ന് നോക്കണം. ഇവിടെ ഇന്ദുലേഖ എന്ന് പറയുന്നൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയോട് 3 ചെറുപ്പക്കാർക്ക് ഇഷ്ടമുണ്ടായിരുന്നു: ശ്രീഹരി, രാമനുണ്ണി, ബാലേന്ദ്രൻ. ഇതിൽ ശ്രീഹരിയോട് ഇന്ദുലേഖയ്ക്ക് ഒരു സ്നേഹം ഉണ്ടായിരുന്നു, അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. നീ ശ്രീഹരിക്ക് മുത്തം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നൊക്കെ രാമനുണ്ണി പറയുന്നുണ്ട്. സോ അവർക്കിടയിൽ പ്രണയം ഉണ്ടായിരുന്നെങ്കിലും ഇന്ദുലേഖ വിവാഹം കഴിക്കുന്നത് ബാലചന്ദ്രനെയാണ്. അപ്പോൾ ശ്രീഹരി എന്താ ചെയ്ത്, എന്നെ പ്രണയിച്ച പെൺകുട്ടി മറ്റൊരാളെ കല്യാണം കഴിച്ച് പോകുന്നത് കാണുമ്പോൾ സങ്കടമുണ്ട് എന്ന് പറഞ്ഞിട്ട് മദ്യപിച്ചു, കൂട്ടുകാരുമായിട്ട് കഥ പറഞ്ഞു, അവളെക്കുറിച്ച് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഒരു വൃത്തികേട് എഴുന്നള്ളിച്ചിട്ടില്ല. അവൾ എനിക്ക് നഷ്ടമായി എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യുക, നീ പോകുമ്പോൾ എല്ലാം മംഗളമായി വരട്ടെ എന്ന് പറഞ്ഞ് ഒരു ആശംസയൊക്കെ നേർന്നുകൊണ്ട് ഇയാൾ അവിടെ ഇരിക്കുകയാണ്. പക്ഷേ ഈ രാമനുണ്ണി, ഇയാൾക്കും സ്നേഹമുണ്ടെന്നാണല്ലോ പറയുന്നത്. പക്ഷേ ഇയാൾ എന്താണ് ചെയ്തത്? ഇന്ദുലേഖയെ വിവാഹം കഴിച്ച ബാലചന്ദ്രനെ പാടത്തിട്ട് വെട്ടി, അയാളെ ജീവച്ഛവമാക്കി കട്ടിൽ കിടത്തി, അവളെ ഫിനാൻഷ്യലിയൊക്കെ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇയാൾ ചെയ്തു കൂട്ടി. എന്നിട്ട് അവസാനം ഈ ജീവച്ഛവമായി കിടക്കുന്ന ഭർത്താവിന് വേണ്ടി അവളുടെ ജീവിതം ഒഴിഞ്ഞു വെക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ, ബാലചന്ദ്രൻ ഈ കിടക്കുന്ന അവസ്ഥയിലും തനിക്കൊരു തടസ്സമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അയാളെ കൊന്ന് ഒഴിവാക്കി. അപ്പോൾ ഇന്ദുലേഖയെ എനിക്ക് കിട്ടുമെന്നും പറഞ്ഞ് രാമനുണ്ണി മറ്റേ തലയ്ക്കകത്ത പ്രാന്തൊക്കെ ആയിട്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് മനസ്സിലാവുന്നത് ശ്രീഹരി തിരിച്ചു വന്നു. ശ്രീഹരിക്ക് ഇന്ദുവിനോടും ഇന്ദുവിന് ശ്രീഹരിയോടും ഒരു സ്നേഹമുണ്ട്. ഇതിൽ രാമനുണ്ണി ചെയ്ത ഒരു A ക്ലാസ് വൃത്തികേട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളാണ് ആളെ വെച്ച് ബാലചന്ദ്രനെ ആക്രമിച്ച് കിടപ്പിലാക്കിയത്. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് ശ്രീഹരിക്ക് കൊടുത്ത് ശ്രീഹരിയെ
ഇന്ദുലേഖയുടെ മുന്നിൽ വില്ലനാക്കി ചിത്രീകരിച്ചു. അതായത് തനിക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ കിട്ടാൻ വേണ്ടി അവളുടെ കല്യാണത്തിന് ശേഷം അവളുടെ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത് മാത്രമല്ല, അവൾക്കുണ്ടായിരുന്ന സ്നേഹത്തിനെ അയാൾ കൊന്നുകളഞ്ഞു. അങ്ങനെ രണ്ടാം വരവിൽ ശ്രീഹരിയും ഇന്ദുലേഖയും ഒരുമിക്കും എന്നായി കഴിഞ്ഞപ്പോൾ രാമനുണ്ണി ഇന്ദുലേഖയെ തട്ടിക്കൊണ്ടുവന്ന് തൻ്റെ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്ന ഡയലോഗാണ് നമ്മൾ ഈ കണ്ടത്. ഇവിടെ നമ്മൾ കാണുന്ന രാമനുണ്ണിക്ക് ഒരൊറ്റ തിയറിയുള്ളൂ: വെടക്കാക്കി തനിക്കാക്കുക. എങ്ങനെയും എനിക്ക് അവളെ വേണം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഞാൻ ചെയ്തു കൂട്ടും. അതിലെനിക്ക് നീതിയില്ല, ന്യായമില്ല, ധർമ്മമില്ല, ഒരു തേങ്ങയുമില്ല, എനിക്ക് അവളെ കിട്ടിയേ പറ്റൂ. പക്ഷേ അവസാനമായപ്പോൾ രാമനുണ്ണിക്ക് മനസ്സിലായി അവൾക്ക് എന്തായാലും തന്നോട് പ്രേമമൊന്നുമില്ല. അവൾ ചിലപ്പോൾ ശ്രീഹരിയുടെ കൂടെ പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ പോണതിന് മുമ്പ് അവളുടെ ചാരിത്രം എനിക്ക് വേണം എന്നൊക്കെ പറയുന്നത് പോലത്തെ കൊണകൊണ ഡയലോഗ് അടിക്കുന്ന രാമനുണ്ണിയാണ് നമ്മൾ ആ സീനിൽ കാണുന്നത്. നമ്മൾ ഈ കണ്ട ഈ കാവ്യാത്മകത തുളുമ്പുന്ന സീക്വൻസ് ഇല്ലേ, ഇതിൻ്റെ ബാക്കി കൂടി നമുക്കൊന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാര്യം മനസ്സിലാവും. രാമനുണ്ണിക്ക് ഭ്രാന്താണ്. സത്യമായിരുന്നു. ചങ്ങാതിമാർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, അങ്ങനെ സ്വന്തക്കാരും അന്യരും പറഞ്ഞിട്ടും ഞാൻ ആരുടെ മുന്നിലും നിഷേധിച്ചില്ല. ഈ മ്യൂസിക്കാണ് മറ്റേതാക്കിയത്. കാരണം അത് സത്യ. ആ ഭ്രാന്തിന് വർഷങ്ങളുടെ പ്രായമുണ്ട്. ആ ഭ്രാന്തിനെയും കൊണ്ട് രാമനുണ്ണി വളർന്നത്. രാമനുണ്ണിക്ക് ഇഷ്ടം വളരെ. എന്നേക്കാളും എനിക്ക് ഇഷ്ടമാണ് ഇന്ദു നീ എന്ന് പറയുന്ന ആ ഭ്രാന്തിനെ. ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, തമ്പുരാക്കന്മാരുടെ പരമ്പരയല്ല എന്ന് വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടുകൂടി ഒരു പെണ്ണിനെ. പക്ഷേ പിഴച്ചുപോയി. നിന്നെ കിട്ടാൻ വേണ്ടി ഞാൻ പെട്ട പാടുകളെല്ലാം വെറുതെയായി. ഇപ്പൊ പോലീസ് നിർത്താതെ ഓടുന്നുണ്ട്. എന്നെ പിടിക്കാനാ. പിടി ഞാൻ കൊടുക്കും. കോടതിയും ജയിലും കുറച്ചു നാളത്തെ കളി വേണ്ടി വരും. പക്ഷേ ഇറങ്ങി പോരും ഞാൻ. അതിനിടയിൽ നിന്നെയും കൊണ്ട് ശ്രീഹരി നാട് വിട്ടു പോയാൽ അതെനിക്ക് ഒട്ടും പിടിക്കില്ല. അതുകൊണ്ട് രാമനുണ്ണിക്ക് ഈ മണിയറയിൽ നിന്നെ വേണം. നീ രാമനുണ്ണി അറിയണം. അതിന്റെ ഒരു ഓർമ്മ, ആ ജയം, അത് വേണ്ടേ ഇനിയുള്ള കാലം എനിക്ക് ജീവിക്കാൻ? ഈ പൊന്നു മുഴുവൻ കയ്യിലും കഴുത്തിലും ഇട്ട് ഈ പുടവയും ചുറ്റിവാ. നല്ല മഴ. അത്തിപ്പറ്റ ഇടവഴിയിൽ വെച്ച് നീ ശ്രീഹരിക്ക് മുത്തം കൊടുത്തപ്പോഴും ഇതുപോലെ മഴയായിരുന്നു. ഇതെനിക്ക് വേണ്ടി പെയ്യുന്ന മഴയാണ്. നീ എന്നെ കൊന്നു രാമനുണ്ണി. അതിനപ്പുറം നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നെ കൊന്നിട്ട് ജയിച്ചു എന്ന് വരുത്താൻ ആ പൊന്നും പുറമെ നിനക്ക് എന്റെ ശവത്തിന്റെ പേര് മൂടാം. കൊല്ലില്ല ഞാൻ. നിന്നെ ദ്രോഹിക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷെ ഇവിടെ എനിക്ക് ജയിക്കാൻ നിന്നെ കരയിക്കേണ്ടി വരുമെങ്കിൽ ഞാൻ ചെയ്യും. പറഞ്ഞതനുസരിക്ക് പെണ്ണേ. അതായത് ഈ രാമനുണ്ണിക്ക് താൻ ജയിലിൽ പോകുന്നുള്ള കാര്യം ഉറപ്പായി. എന്തിന്? ഇന്ദുലേഖയുടെ കെട്ടിയോനെയൊക്കെ തട്ടിയതടക്കം കുറേ കേസുകൾ ഇയാളുടെ പുറത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇയാൾ ജയിലിൽ പോകേണ്ടവനാണ്. ഞാൻ രക്ഷപ്പെട്ട് വരും. പക്ഷേ പോണതിന് മുമ്പ് എനിക്ക് നിന്നെ ഈ മണിയറയിൽ വേണം. നീ എന്നെ അറിയണം, ഫിസിക്കലി അറിയണം എന്നാണ് ഇയാൾ പറയുന്നത്. സോ ഹീ ഈസ് ഗോയിങ് ടു റേപ്പ് ഹർ. അവൾക്ക് യാതൊരു താല്പര്യവുമില്ലാതെ, അവളുടെ കൺസെൻറ്റിനെ കുറിച്ച് യാതൊന്നും ചോദിക്കാതെ, ഈ ആഭരണങ്ങൾ സാരിയെ കൊടുത്തിട്ട് നീ വാ, നല്ല മഴയുള്ള സമയമാണ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ അവളെ ഇത്രയും കാലം. ഇതിനകത്ത് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താ പറയുക, അന്നത്തെ ദിവസം ഇവളോട് കാണിക്കുന്ന ക്രൂരത മാത്രമല്ല, അവളെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കാതെ അവളുടെ സന്തോഷം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചുറ്റുവട്ടത്തുള്ള എല്ലാം നശിപ്പിച്ചുകൊണ്ട് വളരെ അഗ്രസീവായി അവളെ വളരെ മോശമായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ഇയാൾ ഓരോ നിമിഷവും തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? അവളെ എനിക്ക് വേണം. ഇത്രയും നാൾ ഇയാൾ കാത്തിരുന്നത് അവളെ കല്യാണം കഴിച്ച് ജീവിക്കാനാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനെ സംവിധായകൻ വളരെ ഗംഭീരമായിട്ട് ബ്രേക്ക് ചെയ്യുന്നൊരു സീക്വൻസാണിത്. കാരണം അവളെ കല്യാണം കഴിച്ച് സമാധാനമായി കൂടെ ജീവിക്കാൻ ആഗ്രഹമുള്ള ഒരാളായിരുന്നുവെങ്കിൽ അയാൾ ഇതായിരിക്കില്ല പറയാം. അയാൾക്കിപ്പോൾ എന്താ, ശ്രീഹരി നിന്നെയും കൊണ്ട് പോകുമായിരിക്കും, അവളെയും കൊണ്ട് പോകുന്നതല്ല അയാളുടെ പ്രശ്നം. ശ്രീഹരിയും ഇവരും വിവാഹം കഴിക്കുന്നതല്ല അയാളുടെ പ്രശ്നം. ശ്രീഹരിക്ക് അവളെ കിട്ടരുത്. അവളെ പറയുന്നുണ്ടെന്ന് തോന്നരുത്, മേ ബി ട്രിഗറിങ് ആയേക്കാം. അവളെ ഒരു ഉപഭോഗ വസ്തുവായി കണ്ട് അവളെ ഭോഗിക്കാൻ അത് തനിക്ക് തന്നെ ആദ്യം സാധിക്കണം എന്ന് പറയുന്ന ആ ആക്രാന്തത്തിനപ്പുറത്തേക്ക് ഈ ക്രിമിനൽ മൈൻഡിന് വേറെ ആഗ്രഹങ്ങളോ ഇമോഷൻസോ ഇല്ല. അതിനെയാണ് ഇവർ ഈ മ്യൂസിക്കൊക്കെ ഇട്ട് ടരര എന്ന് പറഞ്ഞ് മൂപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഏത് ജനറേഷനും നെഞ്ചത്ത് കയറണം എന്നെനിക്കറിയാൻ പാടില്ല. 80s-ലും 90s-ലും പിന്നെ നമ്മുടെ ജെൻസിയിലും ഒക്കെ ഇതേപോലെ ഈ വളരെ മോശമായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ എടുത്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ രാമായണം കണ്ടതിന് ശേഷം രാമായണത്തിനെ രാവണൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അവതരിപ്പിക്കുന്ന രീതികളുണ്ട്. പക്ഷേ അവിടെ അയാളുടെ ന്യായമാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അതായത് ഒരു സിനിമയിൽ നമ്മൾ നായകനെയും വില്ലനെയും കണ്ടിട്ടുണ്ട്, വില്ലൻ്റെ ഭാഗത്തും ന്യായമുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ന്യായത്തിനാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യേണ്ടത്. പക്ഷേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് യാതൊരു ന്യായവുമില്ല എന്ന് സംവിധായകൻ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞു. എഴുത്തുകാരൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇവൻ ശരിയല്ല, ഇവന് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്, ഇവനെ അറസ്റ്റ് ചെയ്യണം, ഇവനെ പുറത്തിറങ്ങി നടക്കാൻ വിടരുത്. ആ പെൺകുട്ടിയുടെ മനസമാധാനം ഇല്ലാതാകുന്ന, അവളെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരുത്തനാണ്. അതിനുവേണ്ടി അവളെ പ്രാപിക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യാൻ ഒരു മടിയില്ലാത്ത ഒരുത്തനാണ്. ഇങ്ങനെ ഒരുത്തനാണെന്ന് സിനിമ നമ്മളോട് പറഞ്ഞു. എനിക്ക് മ്യൂസിക് ഇട്ടിട്ട്
ഞാനും ഒരു രാമനുണ്ണിയാണെന്ന് പറഞ്ഞ് ഇവരങ്ങടെ ആഘോഷിക്കണം. രാമനുണ്ണിയെ ഇങ്ങനെ പ്രേമിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കുന്നത് ശ്രീഹരി അവൾ വേറെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവൾ ആ വഴി പൊക്കോട്ടെ, അവളുടെ ജീവിതമായി സമാധാനമായി എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്ത ആളാണ്. പക്ഷേ രാമനുണ്ണി വീണ്ടും കാത്തിരുന്നു. രാമനുണ്ണി കല്യാണം കഴിച്ചിട്ടില്ല, ഇവന് ഇത് ഭ്രാന്താണ്, നീ വേറെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞപ്പോഴും അയാളത് കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു രാമനുണ്ണി ഒരിക്കൽ സ്നേഹിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സ്നേഹത്തിൽ നിന്ന് വിടൂല എന്നൊക്കെ പറഞ്ഞ് ഇവരെ അവതരിപ്പിക്കുമ്പോഴേ ഇവിടെ നമ്മൾ കാണാതെ പോകുന്ന, നമ്മളല്ല ഈ ആഘോഷിക്കുന്നവർ കാണാതെ പോകുന്നത്, ഒരാളെ വാടക ഗുണ്ടകളെ വെച്ച് കൊല്ലാൻ ശ്രമിച്ച, ആ കുറ്റം വേറൊരാളുടെ പുറത്ത് ചുമത്തി അയാളെ ജയിലിലേക്ക് അയച്ച, തൻ്റെ ഉദ്ദേശങ്ങൾ നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ നേരിട്ട് പോയി ഒരാളെ കൊല്ലാൻ ഒരു മടിയുമില്ലാതെ നിന്ന, ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് റേപ്പ് ചെയ്യാൻ വേണ്ടി തയ്യാറായി നിന്ന ആ ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റിനെ, ഒരു കൊടും ക്രിമിനലിനെയാണ് എല്ലാവരുടെ ഉള്ളിലും ഒരു രാമനുണ്ണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ തര എന്ന് പറഞ്ഞ് മ്യൂസിക് ഇട്ട് ആഘോഷിക്കുന്നത്. ഇത്രയും കാലം ആ പെൺകുട്ടിയെ അയാൾ സഹായിക്കാനെന്ന വ്യാജേന പുറമേ നിന്നൊക്കെ നോക്കുമ്പോൾ അങ്ങനെ റീഡ് ചെയ്യാവുന്ന രീതിയിൽ പറഞ്ഞ് പറ്റിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് അവളെ തൻ്റെ വരുതിയിൽ കൊണ്ടുവരാൻ എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരുന്നിട്ടും അത് നടക്കാതെ വന്നപ്പോൾ അവൾ വേറൊരാൾക്കൊപ്പം പോയാലോ ഇനിയും എന്ന് പറയുന്ന ഒരു ഘട്ടം വന്നപ്പോൾ റേപ്പ് ചെയ്ത് ആനന്ദം കണ്ടെത്തി നിർവൃതി കണ്ടെത്താനിരിക്കുന്ന ഇവനാണോ എല്ലാവരുടെയും ഉള്ളിൽ ഒരു രാമനുണ്ണി ഉണ്ടെന്ന് പറയുന്നത്? ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടും എന്ന് വെച്ചാൽ ഈ മുഴുവൻ സിനിമയും ഈ സിറ്റുവേഷനും എല്ലാം കണ്ടതിന് ശേഷം എല്ലാവരുടെ ഉള്ളിലും ഒരു രാമനുണ്ണി ഉണ്ട്, എൻ്റെ ഉള്ളിലും ഒരു രാമനുണ്ണി ഉണ്ട്. ആ രാമനുണ്ണിയുടെ സ്നേഹമാണ് ഇവിടുത്തെ ശരിക്കുള്ള സ്നേഹം. ശ്രീഹരിയുടെ സ്നേഹമൊക്കെ എന്തോന്ന്, അവന് അപ്പം തന്നെ കിട്ടൂല എന്ന് പറഞ്ഞപ്പോൾ അവൻ ആ വിട്ടിട്ട് പോയതല്ലേ, അതല്ല ശരിക്കുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ രാമനുണ്ണിയുടെ സ്നേഹമാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ആ ഉണ്ടമ്പരി സ്നേഹത്തിനെ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവർ സിനിമ കണ്ടിട്ടുണ്ടാവില്ല, അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി കണ്ടതിന് ശേഷവും ഇതുപോലെ പോസ്റ്റ് ചെയ്യുന്ന, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ നിങ്ങൾക്കറിയാമെങ്കിൽ അയാളുടെ ഉള്ളിലൊരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റിനെ, ഒരു ക്രിമിനലിനെ നിങ്ങളൊന്ന് തിരിച്ചറിയണം. ഈ രാമനുണ്ണിയെ സോഷ്യൽ മീഡിയയിൽ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുരുഷന്മാരാണ്. എൻ്റെ സ്നേഹം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന പുരുഷന്മാരിൽ ഒരു വലിയ വിഭാഗം തന്നെയാണ് ഞാൻ സ്നേഹിച്ച പെണ്ണിനെ എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ പരിഭവവും സങ്കടം പറച്ചിലൊക്കെ നമ്മൾ കൂടുതൽ കാണുന്നത്. സത്യം പറയട്ടെ കൂട്ടുകാരാ, നീ ഇങ്ങനെ സ്നേഹിക്കണോണ്ടാണ് നിനക്ക് പെണ്ണ് കിട്ടാത്തത്. അല്ലെങ്കിൽ ആ പോയ പെൺകുട്ടി, നീ ഇങ്ങനെ പ്രകടിപ്പിക്കാൻ സാധ്യതയുള്ള സ്നേഹം വേണ്ടെന്ന് വെച്ച് പോയ പെൺകുട്ടി, അവൾ ഏത് രാജ്യത്താണെങ്കിലും അവിടുത്തെ ലോട്ടറി എടുത്താൽ ഇപ്പം അടിക്കും. അമ്മ അതിൽ ലക്കിയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. നമ്മളൊരാളെ സ്നേഹിക്കേണ്ടതും സ്നേഹം നേടിയെടുക്കേണ്ടതും ചിലപ്പോഴൊക്കെ വിട്ടുകൊടുക്കേണ്ടതും ഒക്കെ ഒരു പരസ്പര ബഹുമാനത്തോടെയും സമാധാനത്തോടെയൊക്കെയാണ്. സത്യത്തിൽ ഇവിടെ എന്തൊലക്കമേലെ പ്രണയം ഉണ്ടെന്നാണ് പറയുന്നത്. രാമനുണ്ണി ആ പെണ്ണിനോട് ചെയ്തതിൽ 5 പൈസയുടെ പ്രണയമില്ല, ദ്രോഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പെൺകുട്ടിയോട് അവളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്ത് ദ്രോഹിച്ച് ഒരാളെ ഇല്ലാണ്ടാക്കുന്ന അവസ്ഥ വരെ എത്തിച്ചതിന് ശേഷം പ്രണയമല്ലേ എന്ന് പറയുന്നത്, ഇങ്ങനെയാണ് നിങ്ങൾ പ്രണയത്തിനെ കൺസീവ് ചെയ്യുന്നതെങ്കിൽ, ഇങ്ങനെയൊരു പ്രണയമാണ് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിച്ചെങ്കിൽ ഇത് പ്രണയമല്ല, ദ്രോഹമാണ്. ദ്രോഹത്തിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടാൽ പ്രണയമാവുമെന്ന് തെറ്റിദ്ധരിക്കരുത്. അതിന് അടുത്ത ആൾ, അത് സിനിമയെ നമുക്ക് കുറച്ച് കുറ്റം പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഈ സിനിമയിൽ അയാൾ നായകനാണ്. നായികയെ തേടി കണ്ടെത്തുന്ന, ഒരുപക്ഷെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരിക്കുന്ന നായികയെ അന്വേഷിച്ച് പോകുന്ന ഒരു നായകനായി, ഒരു ഹീറോ ആയി സിനിമയിൽ അവതരിപ്പിക്കപ്പെട്ട കഥാപാത്രമാണ് പൃഥ്വിരാജ് അവതരിപ്പിച്ച സ്വപ്നക്കൂട് എന്ന് പറയുന്ന സിനിമയിലെ കുഞ്ഞൂഞ്ഞ് എന്ന് പറയുന്ന കഥാപാത്രം. ഈ പെൺകുട്ടികളാണ് കുഞ്ഞൂഞ്ഞിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൺകുട്ടികൾ രാമനുണ്ണിയെ സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ കുഞ്ഞൂഞ്ഞിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് പെൺകുട്ടികളാണ്. അതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരാണാവാൻ അവസരം കിട്ടുകയാണെങ്കിൽ ആരാവണം എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ പൃഥ്വിരാജ് സ്വപ്നക്കൂടിൽ ചിരിക്കുകയും ഓടി നടക്കുകയൊക്കെ ചെയ്യുന്ന എനർജറ്റിക് കുറച്ച് ക്ലിപ്പുകളൊക്കെ വെച്ചിട്ട് ഇതുപോലെ ആവണം എന്ന് പറഞ്ഞാണ് പെൺകുട്ടികൾ ഇതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമുക്കൊരു സെലിബ്രിറ്റി പങ്കുവച്ചിട്ടുള്ള റീൽ ഒന്ന് കണ്ടു നോക്കാം. എനിക്ക് ആണാവാൻ പറ്റിയാൽ എനിക്ക് കുഞ്ഞുഞ്ഞായാൽ മതി എന്നുള്ളതാണ്. അവിടെ ചിലപ്പം നമ്മുടെ പൃഥ്വിരാജ് നല്ല ലുക്കാണ്, നല്ല കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് നല്ല ചിരിയാണ്, വളരെ എനർജറ്റിക്കായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള കഥാപാത്രമാണ്, ഹീറോ ആയി പോർട്രേ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കഥാപാത്രമാണ്. പക്ഷെ കുഞ്ഞുഞ്ഞാവുക എന്ന് പറയുന്നത് വീണ്ടും, അത് എനിക്ക് ഏറ്റവും സങ്കടം, പെൺകുട്ടികൾ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം കുഞ്ഞുഞ്ഞൊരു വനിതാദ്രോഹിയാണ് എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. കാരണം കാഞ്ഞിരപ്പള്ളിയിൽ എന്ത് വിളയും എന്ന് പറയുന്ന കുഞ്ഞുഞ്ഞ് സ്ത്രീ വിഷയത്തിൽ അതീവ തൽപരനാണെന്നുള്ളത് മാത്രമല്ല, അതിങ്ങനെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കും. അതായത് ആണുങ്ങളുടെ അടുത്ത് പെൺകുട്ടികളൊക്കെ എൻ്റെ അടുത്ത് വളയുന്നുണ്ടെന്നും അവളെ ഞാൻ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുന്നത് ഇയാളൊരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കും. പെൺകുട്ടികളുടെ അടുത്ത് ചെല്ലുമ്പോൾ, പെൺകുട്ടികളെ കാണുമ്പോൾ ആശാനൊരു ത്രില്ല് വരും. പ്രത്യേകിച്ച് പെട്ടെന്നൊന്നും വളയാൻ സാധ്യതയില്ലാത്തൊരു പെൺകുട്ടിയാണെങ്കിൽ പുറകെ നടന്ന് അവളെ കൺവിൻസ് ചെയ്ത് അവളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി ചില സമയത്ത് ഫോഴ്സ് ഉപയോഗിച്ച്, അത് നമ്മൾ സിനിമയിൽ മീര ജാസ്മിൻ്റെ കഥാപാത്രത്തിനോട് പ്രയോഗിക്കുമ്പോഴാണ് വളരെ വ്യക്തമായി കാണുന്നത്, ഫോഴ്സ് ഉപയോഗിച്ച് അവളെ
മാനിപ്പുലേറ്റ് ചെയ്ത് തൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവളെ ഇമോഷണലിയോ ഫിസിക്കലിയോ ഈ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആക്കിയതിന് ശേഷം ആശാൻ ഒരു മുങ്ങലാണ്. അതിനുശേഷം ഈ പെൺകുട്ടികൾ പിന്നെ കുഞ്ഞുഞ്ഞിനെ തപ്പി നടക്കേണ്ട ഒരു ഗതികേടിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിലെ ആ സിനിമ എന്ന് പറയുമ്പോൾ ഹീറോയായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരാളെന്നുള്ള ഒരുപാട് പരിഗണന കിട്ടിയിട്ടാണ്. അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിന് യുവാവ് അറസ്റ്റിൽ എന്ന് പറഞ്ഞ് കുഞ്ഞുഞ്ഞച്ചായൻ്റെ പടം വരാൻ വളരെ കുറച്ച് സമയം മാത്രം മതി. ഒരു പെൺകുട്ടി സമാധാനമായിട്ട് അവൾ പഠിക്കാനോ ജോലിക്കോ എന്തോ കാര്യത്തിന് പോകുന്നു. യവനെ ഒന്നും അവൾക്ക് ഒരാവശ്യമില്ല. പക്ഷേ പുറകെ നടന്ന് വലിയ ഡയലോഗൊക്കെ അടിച്ച് ചിരിച്ചൊക്കെ കാണിച്ച് കുറച്ച് ഫോഴ്സൊക്കെ ഉപയോഗിച്ച് അവളുടെ പ്രണയം പിടിച്ചു പറ്റിയിട്ട് ഇവിടെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം, ഇയാൾ വിവാഹ വാഗ്ദാനമാണ് നൽകുന്നത്. നമ്മൾ ചുമ്മാ ഫ്ലേർട്ടായിട്ടല്ല ഇതിനെ കാണുന്നത്. കല്യാണം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഈ പെൺകുട്ടികളുടെ റെസ്പോൺസിൽ നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുത്ത് അവളുടെ ട്രസ്റ്റ് പിടിച്ചു പറ്റി അവളെ ഇമോഷണലി ഫിസിക്കലി ഒക്കെ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് കളഞ്ഞിട്ടാണ് ഇവൻ ത്രില്ല് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഓടിക്കളയുന്നത്. അതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പോർഷൻ വരുന്നത് നമ്മുടെ മീര ജാസ്മിൻ്റെ കഥാപാത്രത്തിനോട് ഇയാൾ ഇടപെടുന്ന സമയത്താണ്. കുഞ്ഞുഞ്ഞിൻ്റെ കാല് തല്ലി ഒടിച്ചു എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആ കാല് തല്ലി ഒടിച്ചതിൽ ഒരു കുഴപ്പമില്ല. കാരണം എന്നെ വിട്, എൻ്റെ പുറകെ നടക്കരുത്, എൻ്റെ ശരീരത്ത് തുടരരുത്, ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് ഒരുപാട് വട്ടം വാൺ ചെയ്തതിന് ശേഷവും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നപ്പോഴാണ് അവൾ അവൻ്റെ കാല് തല്ലി ഒടിച്ചത്. ഈ ഒടിഞ്ഞ കാല് വെച്ചും ഇതേ ആക്രാന്തം തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന കുഞ്ഞുഞ്ഞിനെയാണ് നമ്മൾ കാണുന്നത്. അതായത് ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ അവൾക്ക് വേറെ സപ്പോർട്ടില്ലാതെ നിൽക്കുന്ന സമയത്ത് ഞാൻ വേണം നിന്നെ കല്യാണം കഴിച്ചേക്കാം കേട്ടോ, കാഞ്ഞിരപ്പള്ളി കൊണ്ടുപോയി ഞാൻ എൻ്റെ ഭാര്യയാക്കിയേക്കാം എന്നൊക്കെ പറയുന്ന വാഗ്ദാനങ്ങളൊക്കെ നൽകി അവളെ ഫിസിക്കലി ഫോഴ്സ്ഫുള്ളി തന്നിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്ന സമയത്താണ് അവൾ അറ്റാക്ക് ചെയ്യുന്നത്. ഇതിലെ ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുഞ്ഞിൻ്റെ ഈ വാഗ്ദാനങ്ങളിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ വീണുപോയിട്ടുള്ള പെൺകുട്ടികളെ കുറിച്ചൊക്കെ ഇയാൾക്ക് ത്രില്ല് നഷ്ടപ്പെട്ടു പോവാണ്. പക്ഷേ അങ്ങനെ ഞാൻ വിട്ടു തരില്ല, എനിക്ക് നിന്നെ പോലെ ഒരു വൃത്തികെട്ടൻ്റെ കൂടെ പറ്റൂല എന്ന് ഉറപ്പിച്ച് പറയുന്ന മീര ജാസ്മിൻ്റെ ക്യാരക്ടറിനോടാണ് ശരിക്കും ഇയാൾക്ക് കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നത്. അവിടെ ഈ നല്ല പെണ്ണ് അല്ലാത്ത പെണ്ണെന്നൊക്കെ പറയുന്ന ഒരു പാരലൽ നരേറ്റീവ് പോകുന്നുണ്ട്. അത് വളരെ ചീപ്പായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഈ പെൺകുട്ടികൾ ആഘോഷിക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞുഞ്ഞെന്ന് പറയുന്നത് ഒരാളുടെ മാനസികാവസ്ഥയ്ക്ക് അവരുടെ സന്തോഷത്തിന് സമാധാനത്തിന് 10 പൈസയുടെ വില കൊടുക്കാത്ത ഒരു വൃത്തികെട്ടവനാണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഷിപ്പുകൾ കണ്ടാണ് ജീവിക്കുന്നത്. സിറ്റുവേഷൻ ഷിപ്പ് ഉണ്ട്, ബ്രഞ്ച് ഉണ്ട്, ബ്രെഡ് ക്രംബിംഗ് ഉണ്ട്, അങ്ങനെ പല പേരുകളിട്ട് നമ്മൾ റിലേഷൻഷിപ്പുകളെ വിളിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുഞ്ഞിന് ഒരു പെൺകുട്ടിയെ കാണുന്നു, ഒരു അട്രാക്ഷനൊക്കെ തോന്നുന്നു, കുറച്ച് നാൾ ഫ്ലേർട്ട് ചെയ്തൊക്കെ നടക്കണം, ഇനി അതല്ല അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ പോകണം, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കമ്മിറ്റ്മെൻറ്റിന് താല്പര്യമില്ല എന്നാണെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് പാറ്റേൺ ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അയാൾ ആരുമായിട്ടാണോ ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നത് അയാളും ഈ കാര്യം അറിഞ്ഞിരിക്കണം, അയാളുടെ കൺസെൻറ്റ് ഇതിനകത്തുണ്ടായിരിക്കണം. അതായത് എനിക്ക് കുറച്ച് നാളത്തേക്കുള്ളൊരു സിറ്റുവേഷൻഷിപ്പാണ് ആവശ്യം, എന്തായാലും നമ്മളൊരു കോഴ്സ് പഠിക്കാൻ വന്നിരിക്കുകയല്ലേ, പോണ്ടിച്ചേരിയിൽ കറങ്ങി നടക്കാം, നമുക്ക് വേണമെങ്കിൽ ചില്ലറ പരിപാടികളൊക്കെ വെച്ച് കുറച്ച് ഡേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം എന്ന് ചിന്തിക്കുന്ന 2 പേർക്കിടയിൽ ദാറ്റ് ഈസ് ഫൈൻ. പക്ഷേ ഒരാൾ അങ്ങനെ ചിന്തിക്കുകയും മറ്റേ ആളുടെ അടുത്ത് അത് മറച്ച് വെച്ച് കല്യാണം കഴിക്കാം, ഒരുമിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ ഞാനിതിൽ ഭയങ്കര ഇൻവോൾവ് ആണ് എന്ന് പറയുന്നൊരു തെറ്റിദ്ധാരണ പരത്തി അയാളെ ഇൻവോൾവ് ചെയ്തതിന് ശേഷം മുങ്ങുക എന്ന് പറയുന്നത് അത് നിയമപരമായും സാമൂഹ്യപരമായും മാനസികമായിട്ട് നമ്മൾ ഏത് തലത്തിൽ നിന്ന് ആലോചിച്ചാലും ആ കാണിക്കുന്നത് മഹാവൃത്തികേടാണ്. ഇവിടെ കുഞ്ഞുഞ്ഞാണെങ്കിലും രാമനുണ്ണിയാണെങ്കിലും ഇവരുടെയൊക്കെ ടാർഗറ്റ് എന്ന് പറയുന്നത് വൾണറബിളായി നിൽക്കുന്ന പെൺകുട്ടികളാണ്, അല്ലെങ്കിൽ വൾണറബിൾ ആണ് എന്ന് ഇവർക്ക് തോന്നുന്ന പെൺകുട്ടിയെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മീര ജാസ്മിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന, മീര ജാസ്മിൻ്റെ ക്യാരക്ടറെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന കുഞ്ഞുഞ്ഞിനെ എടുത്ത് നോക്കാം. അവിടെ ആ പെൺകുട്ടി ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ വേറെ ആരും അതിൽ ചോദിക്കാനും പറയാനും ഒന്നുമില്ല, തനിക്കിവിടെ കുറച്ച് അപ്പർ ഹാൻഡൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ആ ചിന്തയിൽ നിന്നുകൊണ്ടാണ് അവളുടെ അടുത്തേക്ക് ഇയാൾ പോകുന്നത്. ഇവിടെ രാമനുണ്ണി ഇന്ദുലേഖയുടെ അടുത്ത് പോകുന്നതും അവൾക്ക് വേറെ ആരും ഇല്ല, അത് കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ കയ്യിൽ തന്നെ വന്നേക്കും എന്ന് പറയുന്ന ആ ബോധ്യത്തോടു കൂടിയാണ്. ഇമോഷണലിയും ഫിസിക്കലിയും അവരെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ 2 പേരുടെയും പ്രഥമ ഉദ്ദേശമായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അതിനു വേണ്ടി അവർ നടത്തുന്ന മാനിപ്പുലേഷൻ ടെക്നിക്കുകളുണ്ട്, ഇവർ കാണിക്കുന്ന അഗ്രഷൻ ഉണ്ട്. ഇപ്പോൾ അഗ്രഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഒരാളെ പിടിച്ച് ഇങ്ങനെ ഇടിക്കുന്നതാണ് അഗ്രഷനോ കത്തിക്ക് കുത്തുന്നതാണോ അഗ്രഷനോ എന്നൊന്നുമല്ല. അവരുടെ പേഴ്സണൽ സ്പേസിനകത്തേക്ക് കടന്നു കയറി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാണ്, ഞാൻ പെർമിഷൻ ചോദിക്കുന്നില്ല, ഞാൻ കുറേ നേരം കാത്തിരിക്കും, അങ്ങനെയൊന്നുമില്ല, ഞാൻ നേരെ ഇടിച്ചങ്ങ് കയറി ചെല്ലുകയാണ്. ദാറ്റ്സ് അഗ്രഷൻ. മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും അത് അഗ്രഷൻ തന്നെയാണ്. അങ്ങനെ വളരെ അഗ്രസീവായി മാനിപ്പുലേറ്റഡ് ആക്കി ഈ പെൺകുട്ടികളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ വളരെ മോശമായി ബാധിക്കുന്ന ഈ 2 എണ്ണത്തിനെയാണ് ഒരു സെറ്റ് ആൺകുട്ടികളും ഒരു സെറ്റ് പെൺകുട്ടികളും ഇവിടെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഇത്രയും സങ്കടവും അമർഷവും തോന്നുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ
മലയാള സിനിമ മാത്രം നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരുപാട് പഴയ സിനിമകളിലെ നായകന്മാർ പറഞ്ഞിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും ഒക്കെ നമ്മൾ പിന്നീട് വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശനങ്ങളുടെ ഭാഗമായിട്ട് ഓരോ സിനിമയിലും വരുന്ന സീക്വൻസുകൾ, നായകന്മാരുടെ കാര്യങ്ങൾ, നായികമാരുടെ കാര്യങ്ങൾ, സിറ്റുവേഷൻ അവർ ഒരുക്കിയെടുക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു. പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ ചൊറിച്ചിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന് പറയുന്നില്ല. തെറ്റായി അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ഇതിലെ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുകയും ചെയ്ത് നമ്മൾ മുന്നോട്ട് വരികയാണ്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് പെദ്ദി എന്ന് പറയുന്ന സിനിമയിൽ അവിടെ ജാൻവി കപൂറിൻ്റെ കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിരിക്കുന്ന രീതി ശരിയായിട്ടില്ല എന്ന് കടുത്ത വിമർശനം വരികയും അതിനവർ മാപ്പ് പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ നമ്മുടെ ഓഡിയൻസ് മാറുകയാണ്. ഇന്ത്യക്കാർ, അത് വലിയ കാര്യമാണ്. ഇന്ത്യക്കാരുടെ സ്വഭാവത്തിലും അതുപോലെ ചിന്തകളിലൊക്കെ മാറ്റം വന്നു തുടങ്ങുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ആ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഇമ്മാതിരി കുറേ നാഷണലിസ്റ്റ് വില്ലന്മാരെ, നായകന്മാരെ, അതായത് നമ്മൾ ചവറ്റുകൊട്ടയിൽ കൊണ്ട് കളയേണ്ട ആറ്റിറ്റ്യൂഡിനെയൊക്കെ പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ പ്രണയമായി അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടാൽ നമുക്ക് എന്ത് വൃത്തികേടും കാണിക്കാം എന്നുള്ളതാണ്. ഒരു പെർട്ടിക്കുലർ സീനിൽ വില്ലൻ പറഞ്ഞതിന് നമുക്ക് കുറച്ച് സെൻറ്റി മ്യൂസിക് ഇട്ട് കൊടുത്താൽ അത് സെൻറ്റിയും വില്ലത്തരവും ചേരുമ്പോൾ പ്രണയമായിട്ട് മാറും. മറ്റേ 3 പ്രൈമറി കളേഴ്സ് യോജിപ്പിക്കുമ്പോൾ വേറൊരു കളർ കിട്ടുന്നു എന്ന് പറയുന്ന പോലെ ഇങ്ങനെ മ്യൂസിക് ഇട്ട് ഇവർ പലതും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മുടെ കുതിരവട്ടം പപ്പു ഞമ്മൾ എഞ്ചിൻ തവിട് പൊടി എന്ന് പറയുന്നത് അനിരുദ്ധിൻ്റെ മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇട്ടിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹീറോയിക് കാര്യമായിട്ട് തോന്നും. ശരിക്കും സുലൈമാൻ ഒരു ഭയങ്കര ഹീറോ ആയിരുന്നു എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാൻ ഈ സ്കോർ മാറ്റിയാൽ മതി. അതൊക്കെ രസമുള്ള കാര്യമാണ്. പക്ഷേ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രസമല്ല. നമ്മൾ തെറ്റായി ചൂണ്ടിക്കാട്ടി ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത കാര്യങ്ങളെയാണ് ഇവർ മ്യൂസിക് ഇട്ട് പുഷ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുഷ്പീകരണങ്ങൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയുള്ളൂ. അല്ലാതെ എൻ്റെ പൊന്നുമോനെ രാമനുണ്ണി എന്തുവിനെ സ്നേഹിച്ച പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് വിവരമുള്ള സിനിമ കണ്ടിട്ടുള്ള ഏതെങ്കിലും പെണ്ണിനോട് പോയി പറഞ്ഞാൽ നീ പ്രണയിച്ചിട്ട് ഉപേക്ഷിക്കാനല്ല നിൽക്കുക, പറയുമ്പോഴേ ഉപേക്ഷിക്കും, നിന്നെ പിന്നെ കണ്ണിന് കാണണ്ട എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവർ നാട് വിട്ട് പോകാൻ വരെ സാധ്യതയുണ്ട്. സോ ഇമ്മാതിരി വേസ്റ്റ് ഒന്നും എടുത്തുകൊണ്ട് വന്നിട്ട് ഇതൊക്കെയാണ് പ്രണയം, എന്താ പ്രണയം, ഞാനും അങ്ങനെ കാത്തിരുന്നിട്ടുണ്ടായിരുന്നു, ഞാനും അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പ്രണയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതും ചില സമയത്ത് വിട്ടുകൊടുക്കുന്നതും ഒക്കെ അത് പെയിനോട് കൂടിയാണെങ്കിലും അതൊരു ഫീലാണ്. ആ ഫീലിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ ആ ഫീലിനെ പുഷ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുന്നിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള, ഏറ്റവും മോശമായിട്ടുള്ള ഉദാഹരണങ്ങളിൽ ഒന്നാണ്. പ്രണയമായിട്ട് നിൽക്കട്ടെ, ദ്രോഹമായി നിൽക്കേണ്ട, അല്ലെങ്കിൽ ദ്രോഹത്തിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് അതിനെ പ്രണയമാക്കി ചിത്രീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വീണ്ടും ചോദിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.